ശ്രീ KC ഉമേഷ് ബാബു, ഇതിപ്പോൾ MR അജിത് കുമാറിൽ നിൽക്കുമോ ഈ നടപടികൾ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാം ഗൗരവത്തിൽ നോക്കുന്നു, പാർട്ടി എല്ലാം ഗൗരവത്തിൽ പരിശോധിക്കും എന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവ് കൂടിയാണ്. സ്വാഭാവികമായും ഇത് വിശദീകരിക്കേണ്ടി വരും. EP-യുടെ കാര്യം വിശദീകരിക്കാൻ വേണ്ടിയാണല്ലോ EP-ക്കെതിരായ തീരുമാനം അത് തൊട്ട് തലേ ദിവസം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നടത്തിയത്. പക്ഷേ അതിന് തൊട്ട് പിറ്റേ മണിക്കൂറിലാണ് അടുത്ത ബോംബ് പൊട്ടിയത് എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് P. ശശിയുടെ ഭാവിയെ KC ഉമേഷ് ബാബു എങ്ങനെയാണ് കാണുന്നത്? P. ശശി എന്നുള്ളത് സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞുകൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണമെടുക്കുന്നു, എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നു. മുഖ്യമന്ത്രിയിലേക്ക് പരാതികൾ എത്താതിരിക്കാനുള്ള ഒരു വൻ മതിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ അദ്ദേഹം ഇരിക്കുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. എന്തിന് ഭരണകക്ഷി MLA ആയ അൻവർ പോലും പറയുന്നത്. അല്ല, ഞാനിത് 2-3 ദിവസമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ടെലിവിഷൻ ചാനലുകളിൽ. കാരണം ഇതൊരു കൊട്ടാര വിപ്ലവമാണ്. എല്ലാ കൊട്ടാര വിപ്ലവങ്ങളും സാധാരണഗതിയിൽ കെട്ടടങ്ങുക ചെയ്യുക. ഈ കൊട്ടാര വിപ്ലവവും കെട്ടടങ്ങാനാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് P. ശശിയുടെ പുതിയ മടങ്ങി വരവിന് ശേഷം ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. ആ P. ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ അതിഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ മടങ്ങി ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി എത്ര വേഗത്തിലാണ് തിരിച്ചു വരിക മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയിൽ വരെ തിരിച്ചു വരികയും ഇത്തവണ മുഖ്യമന്ത്രി ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദത്തിൽ അവരോധിക്കപ്പെടുകയും ചെയ്തു. P. ശശി എൻ്റെ നാട്ടുകാരനും പഴയ പരിചയക്കാരനുമാണ്. 96 ഒരു ആവർത്തനമാണ് P. ശശിയെ സംബന്ധിച്ച് ഈ പദവി എന്ന് പറയുന്നത്. 96 നായനാരുടെ അവസാനത്തെ മുഖ്യമന്ത്രി പദത്തിന്റെ കാലത്താണ് വളരെ വിവാദ പുരുഷനായ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ശശി ഉണ്ടായിരുന്നത്. അതിന്റെ കഥകൾ എത്രയോ കാലം ചർച്ച ചെയ്തതാണ്. അന്ന് റിപ്പോർട്ടർ ചാനൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടായിരുന്ന ചാനലുകളൊക്കെ നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴെന്താ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ശശി വല്ലാതെ വലുതാകുന്നതിലുള്ള ഒരു അസ്വസ്ഥത നിലവിലുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി. കാരണം ശശിയുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അയാൾ അങ്ങനെയാണ് പെരുമാറുക. 96 2001 കാലത്തും അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് ഇപ്പോഴും അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അതിൽ അസ്വസ്ഥത മറ്റാരും എവിടെയല്ല ഉള്ളത്, കൊട്ടാരത്തിലാണ് അസ്വസ്ഥതയുള്ളത്. അപ്പൊ കൊട്ടാരത്തിന്റെ അസ്വസ്ഥതയാണ് ഇങ്ങനെ എന്താ പറയേണ്ടത്, മിനിമം ഭാഷയിൽ പറഞ്ഞാൽ കൂലിത്തല്ലുകാരെ ഉപയോഗിച്ചിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാ ചെയ്യാം. ഒരാള് അവതരിക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, CPM എന്ന് പറഞ്ഞാൽ കേഡർ പാർട്ടിയാണ്, അച്ചടക്കമുള്ള പാർട്ടിയാണ്. ഈ പറയുന്ന കുറച്ച് നേരത്തെ TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പുതുതായി അവരോധിതനായിട്ടുള്ള LDF കൺവീനർ, അയാൾക്ക് രാഷ്ട്രീയം മതിയാക്കി വേറെ പണിക്ക് പോകുന്നതാ നല്ലത്. അയാൾ പറയുന്ന വർത്താനം കേൾക്കുന്നില്ലേ നിങ്ങൾ? അൻവർ ഉന്നയിച്ച കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന്. ഈ പറയുന്ന EP ജയരാജൻ ആരെയോ കണ്ടു, ചായ കുടിച്ചു എന്നൊരു ആരോപണം വന്നപ്പോൾ EP ജയരാജന് ഈ പറയുന്ന ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നു, അത് അദ്ദേഹത്തിന് ആവർത്തിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് എന്ന് മുഖ്യമന്ത്രി വരെ പരസ്യമായി പറയുന്നുണ്ട്. ഈ പറയുന്ന പാർട്ടിയുടെ ഭരണത്തിനെതിരായിട്ട്, അവിടുത്തെ SP-ക്കെതിരായിട്ട്, ഇതൊക്കെ എതിരായിട്ട് കൈക്കൂലി ആരോപണത്തിന്റെ പ്ലക്കാർഡ് ഉയർത്തിയിട്ട് പരസ്യമായി സമരം നടത്തിയിട്ടില്ലേ തുടങ്ങുന്നത് ഈ അൻവർ പിന്നീടാണ് ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരുന്നത്. ആദ്യം തുടക്കം അവിടുത്തെ SP-ക്കെതിരായിട്ടാണ്. ആദ്യം IAS ഈ പറയുന്ന പോലീസുകാരുടെ അസോസിയേഷൻ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു. ഈ പറയുന്ന വളരെ മോശമായി. ഒരു ഭരണകക്ഷി MLA പോയിട്ട് ഒരു പൊതുപ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത, എൻ്റെ വീട്ടിൽ നിന്ന് പോയ, അതാണ് പഴയ പോലീസുകാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ, അവർക്കൊക്കെ നാണം തോന്നുന്നുണ്ടാവും. പോലീസുകാരുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ് SP-യെ കുറിച്ച്. ഇയാളുടെ 250 കിലോ തൂക്കമുള്ള സ്റ്റീലിന്റെ കയറ് കാണാതെ പോയിട്ട് അത് കണ്ടെത്തി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ SP ഒക്കെ മഹാമോശമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം കേൾക്കുന്ന ആ ജില്ലയിലെ പോലീസ് അസോസിയേഷന്റെ ഏമാന്മാരില്ലേ, മറുത്തൊരു അക്ഷരം പറഞ്ഞോ? എന്താ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു നാട് നയിക്കപ്പെടേണ്ടത്? ഇങ്ങനെയാണോ? ജനാധിപത്യ വ്യവസ്ഥയുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഒരു സംസ്ഥാനമായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യരെ എങ്ങനെയാണോ നയിക്കേണ്ടത്? അൻവർ അവിടെ തുടങ്ങിയതാണ്. അതിന് അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ. ശശീന്ദ്രൻ അടക്കം SP ശശീന്ദ്രനെ അടക്കം ഉള്ള പോലീസുകാർക്കെതിരെ തെളിവുകൾ തൻ്റെ പക്കൽ എത്തിയ ശേഷമാണ് ആ പ്രതികരണം തുടങ്ങി വെച്ചത്. 8 മാസമായി ഇതിന് പിന്നാലെയായിരുന്നു എന്നാണല്ലോ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് P. ശശിയിലേക്ക് എത്തുമോ എന്നുള്ളതാണല്ലോ ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം. P. ശശിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു പാർട്ടിയിൽ ചിലർ.
അതുകൊണ്ട് മാത്രമാണ് അൻവറിന് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്താനായത് എന്നാണോ താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കം? ഇല്ല, ഞാൻ പറയുന്ന ഒരു പ്രശ്നം എനിക്ക് പറയേണ്ടതുണ്ട്, അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഈ പറയുന്ന ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അൻവർ എന്ന് പറയുന്ന MLA CPM-ന്റെ MLA ആണ്. EP ജയരാജന് ചെറിയ കാര്യത്തിന്റെ ഒരാളോട് ഒന്ന് ചായ, വേറൊരു പാർട്ടിക്കാരന്റെ കൂടെ ചായ കുടിച്ചപ്പോൾ ശ്രദ്ധക്കുറവ്, ഭരണത്തിനും പാർട്ടിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും എതിരെ ഇത്രയും മോശമായ ആരോപണങ്ങൾ ആവർത്തിച്ച് എല്ലാ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അൻവറിന്റെ പണിയാണോ CPM-കാരന്റെ പണി? ആണോ? അങ്ങനെയാണോ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ തിരുത്തൽ നടത്തുക? അതാണ്, വിശദീകരിക്കണം. MP ഗോവിന്ദൻ ഇന്ന് പൂച്ചയെ പോലെയല്ലേ പറയുന്നത്? അൻവർ ഉന്നയിച്ചത് വേറൊരു MLA ഇതുപോലൊരു ആരോപണം, ഈ പറയുന്ന പഴയ കണ്ണൂരുകാരനാണ് ഞാൻ, പഴയങ്ങാടിക്കടുത്ത് ഇരിക്കുന്ന ഒരാളുണ്ട്, പഴയ സംസ്ഥാന കമ്മിറ്റി അംഗം, പഴയ കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് CKV പത്മനാഭൻ ഈ നീതി കിട്ടിയിട്ടുണ്ടോ? പത്മനാഭൻ ഈ പറയുന്ന ചില ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിച്ചതിന്റെ പുറത്ത് അയാളോട് എന്തെങ്ങനെയാ പെരുമാറിയെന്ന് അയാൾ ഇപ്പൊ അടുത്ത ദിവസം ചില പ്രാദേശിക ചാനലുകളോട് പറഞ്ഞത് നിങ്ങൾ വരെ സംപ്രേഷണം ചെയ്തതാണല്ലോ. അപ്പൊ ഈ പറയുന്ന നിലയിലാണോ ഇത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇത് അത് മാത്രമല്ല, അൻവർ 8 മാസമായിട്ട് നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സിലെ ആളുകളുടെ ഈ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞാൽ അതേക്കാൾ വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടോ? ആരാണ് അയാള് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ആരാണ് അയാള്? നിങ്ങൾ ഓർക്കുന്നില്ലേ ഉത്തരേന്ത്യയിലെ അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ പുറത്തേക്ക് വന്ന വിവരങ്ങൾ എന്താണ് എന്നുള്ളതാണ്. പുറത്തേക്ക് വന്ന വിവരങ്ങൾ എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വിവരം ഇത്രയും കൊല്ലമായിട്ട് ഈ പറയുന്ന അവിടുത്തെ CPM-ന്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ADGP-യുടെ ക്യാരക്ടർ എന്താണെന്നുള്ള ഒരു പരിശോധന ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൽ നടക്കില്ല എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഇത് P ശശിയിലേക്കാണോ? P ശശിയെ പുറത്താക്കാൻ വേണ്ടി തുടങ്ങി വെച്ച പുറത്താക്കാനല്ല, അല്ല, ഇതിലെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള പല തലങ്ങളുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളും മറച്ചു വെക്കാൻ പാടില്ല. ഇല്ല, മറച്ചു വെക്കുന്നില്ല. ശരിയായ രീതിയാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ സർക്കാരിനകത്തെ കാര്യങ്ങൾ ഒരു ബോംബിന്റെ രൂപത്തിൽ പൊട്ടിത്തെറിക്കുകയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അത് ശരിയായ രീതിയിലല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ഉന്നയിച്ച ആൾക്ക് പോലും തർക്കമില്ല എന്നിടത്താണ്. ഇവിടെ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത്? മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പുഴുക്കുത്തുകളെ കൂടെ നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ADGP MR അജിത് കുമാറിനെ എതിരെ മാത്രം അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാൻ കഴിയുമോ? അതാണ് അറിയേണ്ടത്. ശ്രീ KC ഉമേഷ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരാം. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അതിന്റെ ഉത്തരം ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല. അന്വേഷിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അന്വേഷണം MR അജിത് കുമാറിനെ നടന്നു കഴിഞ്ഞാൽ ഈ പിണറായി കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇത്ര അന്വേഷണം ആർക്കെതിരെ നടന്നിട്ടുണ്ട്? എന്താ ഉണ്ടായത് അവസാനം? MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നാൽ MR അജിത് കുമാർ കുറ്റവാളിയാണെന്ന് റിപ്പോർട്ട് വരുന്നു, അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുന്നു. നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ആരാ പറഞ്ഞിരിക്കുന്നത്? അൻവറിനെ വിശ്വസിച്ചിട്ടാണല്ലോ ഇത് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ചിലപ്പോ തൽക്കാലം ഒരു ലാവണം മാറ്റും. അത് IPS-കാർ എപ്പോഴും പ്രതീക്ഷിക്കുക, സീനിയർ IPS-കാർ പ്രത്യേകിച്ചും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.